അമ്മയ്ക്ക് അങ്ങനെ ഒരു എന്താണ് ഇന്നതിന് വേണ്ടി എന്നില്ല. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊങ്കാല എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കേരളത്തിൽ മാത്രമല്ല മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ. അപ്പൊ ഏത് വഴിക്കാണിത് വരുന്നത് ഈ അപകടം എന്ന് അറിഞ്ഞൂടെ? അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടലാക്കോടെ നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാനും അതുവഴി ഭാരതത്തെ നശിപ്പിക്കാനും ഒരു ഇന്റന്റ് ഉണ്ടെങ്കിൽ ആ ഇന്റന്റിനെ കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഇത്. കാരണം ഇത് കണ്ണകിക്കാണ് ഈ സമർപ്പണം നടക്കുന്നത്. കണ്ണകി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? അല്ലേ? അല്ല, ഒരാരോഗ്യമന്ത്രിയുടെ അല്ല, 2-3 ആരോഗ്യമന്ത്രിമാരുടെ അല്ല, ഒരു സംവിധാനത്തിൽ ഇതിന് അതാണ് കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന ഒരു വിഷയം. അതാണ് ഒരു സംവിധാനത്തിൽ നിങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ കാര്യം ചോദിക്കാം, എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ, അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ, തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നത്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തോ, എവിടുത്തെ ന്യായമാണിത്? അപ്പൊ സംവിധാനത്തിന് കൊണ്ട് ചെയ്യാനുള്ള സംവിധാനത്തിലെ ചില സൗകര്യപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ്. ഏതാണ്ട് 70 മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ്. പൂർണ്ണമല്ല, കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരടുപ്പെങ്കിലും ഉണ്ട്. എത്ര 1000 അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കൂ, എത്ര കോടിയാണ് മഹാകുംഭ് മേളയിൽ വന്നത്. എല്ലാവരും ഭക്തിപൂർവം ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിനാണ് വരുന്നത്. ദിവ്യ സ്നാൻ എന്നാണ് അതിന് പറയുന്നത്. അതിനുവേണ്ടി വന്നതാണ്. അവർക്ക് 60 ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ 60-70 കോടി വന്നു, ഒരാൾ ഒരു ദിവസം 1000 രൂപ വെച്ച് ചെലവാക്കാതെ അവിടെ പറ്റുമോ? അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന വള്ള സൗകര്യങ്ങൾ, ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത്? 30 കോടിയാണ് സമ്പാദിച്ചത്. ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് UPയുടെ ഒരു GDP ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ GDPയിലേക്കാണ് വന്നു ചേരുന്നത്. രാജ്യത്ത് വിവിധ മതക്കാർ, ആചാരക്കാർ, അവരെല്ലാം ആ ചോറുണ്ണാൻ പോവുകയാണ്. അതിനെ നിന്ദിക്കുന്നവർക്ക് അവരുടെ DNA-യിലെങ്കിലും ഇത്തിരി ലജ്ജ വേണം, അത്രയേ ഉള്ളൂ. ഇതെല്ലാം പ്രാർത്ഥനയാണ്, പൊങ്കാലയും പ്രാർത്ഥനയാണ്. സംവിധാനം എന്താണെന്ന് പഠിക്കൂ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്താണെന്ന് പഠിക്കൂ. ഉന്നം വെച്ച് ചോദിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരുടെ പറയും നിങ്ങൾ ബന്ധപ്പെട്ട സർക്കാരല്ലേ സിക്കിം. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സർക്കാരല്ലേ?